ഇന്ന് നമ്മൾ ലവലോലിക്കായ ഉപ്പിലിടാൻ പോവാണ്. ചിലയിടത്ത് ലവലോലിക്കായ എന്ന് പറയും, ഡബിളോലി എന്ന് പറയും, ലവലോലി എന്ന് പറയും. അതിനാവശ്യമായിട്ട് നമ്മൾ 2.5 കിലോ ലവലോലിക്കായ എടുത്തിരിക്കുന്നത്. 50 ഗ്രാം കാന്താരി, 1.5 ബൗള് ഉപ്പ്, പൊടി ഉപ്പ് 1.5 ബൗള്. പിന്നെ നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം. ഈ വെള്ളത്തിനകത്ത് ഞാൻ ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നതായിരിക്കും. രാവിലെ പറിച്ച് വെള്ളത്തിലിട്ട് 2 മണിക്കൂർ വെച്ചിട്ട് ഓരോന്ന്, ഇത് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളൊക്കെ ഇതിന് പുറത്തുണ്ടാവും. അപ്പം നമ്മളിത് 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ തിരുമ്മി ക്ലീൻ ചെയ്തതാണ്. കാരണം അത്രയ്ക്ക് ക്ലീൻ ആയിരിക്കണം, അഴുക്കൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഈ ഗ്ലാസിൻ്റെ ഭരണിക്കകത്തിലാണ് ഉപ്പിലിടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ലവലോലി ഭരണിക്കകത്തിലേക്ക് നിറയ്ക്കാം. ഇത് നമ്മൾ കഴുകി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്താണ്. ജലാംശം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കഴുകിയിട്ട് വെയിലത്തൊന്ന് 1/2 മണിക്കൂർ വെച്ച് ഉണക്കി, പിന്നെ വെള്ളമുള്ളതെല്ലാം തുണി കൊണ്ട് തുടച്ച് എടുത്തിരിക്കുന്നു. ഇനി നമുക്ക് കാന്താരി ഇതിലേക്ക് ഇടാം. ഇത് വലിയ ജാറായതുകൊണ്ട് ഇത് തനിയെ അടിയിലേക്ക് പൊക്കോളും. ഈ ബൗളിന് 1.5 ബൗള് ഉപ്പാണ് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. ആ വെള്ളമാണ് ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉപ്പുവെള്ളം ഒഴിച്ചിരിക്കുകയാണ്. ഇത് നമ്മളിതിൻ്റെ മുകളിൽ വരെ വെള്ളം ഒഴിക്കണം, മേളിൽ വരെ നിൽക്കണം. ഇതിന് താഴെ നിൽക്കാൻ പാടില്ല. ഇപ്പോൾ ഇത് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു 3 ദിവസം ഇങ്ങനെ അടച്ചു വെച്ചേക്കാം. അതിന് ശേഷമേ നമുക്കിത് ഉപയോഗിക്കാവുള്ളൂ. പിന്നീട് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് അച്ചാർ വേണമെങ്കിലും ഇടാം. ഇപ്പോൾ സീസണിൽ നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കുക. അത് കഴിയുമ്പോൾ നമുക്കെടുത്ത് മുളക് പൊടിയൊക്കെ ചേർത്ത് വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമുക്ക് അച്ചാറായിട്ട് ഉപയോഗിക്കാം. ഇത് ലവലോലിയുടെ സീസണാണ് ഇപ്പോൾ. ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ.